വാർത്തകൾ തുടർന്ന് നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ വീണ്ടും സ്വർണ്ണപ്പാളികളുടെ പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. സാമ്പിളുകൾ ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുമതി നൽകി പരിശോധന നടത്തുക. മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ. ശബരിമലയിലെ കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിലും അന്വേഷണം. പ്രത്യേക അന്വേഷണത്തിന് SITക്ക് ഹൈക്കോടതി നിർദ്ദേശം. പുനർനിർമ്മാണം നടന്നത് 2017 UDF ഭരണസമിതിയുടെ കാലത്ത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി പ്രതിപക്ഷം. തീരുമാനം ഇന്ത്യ സഖ്യം യോഗത്തിൽ. നടപടി രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ പ്രതിഷേധം. തുടർഭരണം നല്ലതല്ലെന്ന നിലപാടിൽ ഉറച്ച കവി സച്ചിദാനന്ദൻ. ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി ഭരിക്കുന്നതാണ് ജനാധിപത്യത്തിന് നല്ലത്. പറഞ്ഞത് ബംഗാളിലെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്ന CPIM നൽകിയത് ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന മുന്നറിയിപ്പെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. സച്ചിദാനന്ദൻ പറഞ്ഞത് ജനങ്ങളുടെ പൊതുവികാരമെന്ന VD സതീശൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ്. ശിവകുമാർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്ന വിജിലൻസ്. ശിവകുമാറിന്റെ ഡ്രൈവറും അടുപ്പക്കാരനുമായ 2 പേരും അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന കണ്ടെത്തൽ. ഡ്രൈവർ ഷൈജു ഹരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി തേടി. മറ്റുള്ളവർക്കെതിരെ ആദായനികുതി വകുപ്പ് നടപടിക്കും വിജിലൻസ് ശുപാർശ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് കൂടിയത് 1640 രൂപ. ഒരു പവൻ സ്വർണത്തിന് നൽകേണ്ടത് 1,16,480 രൂപ. ഗ്രാമിന് 205 രൂപയും കൂടി. പത്തനംതിട്ട ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. നിരണം സ്വദേശി വരുൺ പിടിയിലായത് ആലുവയിൽ നിന്ന്. 3 പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. ചെന്നൈയിലെ ഹോട്ടലിൽ മലയാളി യുവനടിക്ക് നേരെ അതിക്രമം. കയറിപ്പിടിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ജീവനക്കാരൻ പിടിയിൽ. സംഭവം ചെന്നൈ T നഗറിലെ ഹോട്ടലിൽ.